മൂത്തമോൻ 3 വർഷം മുന്നേ ഒരു കൊറോണ കാലത്ത് യൂട്യൂബിലിടാൻ വേണ്ടി വീട്ടിൽ വെച്ച് തയ്യാറാക്കിയ ഒരു വീഡിയോ ആണ് ഇത്. വീഡിയോയ്ക്ക് സൗണ്ട് തീരെ കുറവായതിനാലും എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ ആരും ഇല്ലാത്തതിനാലും അത് പോസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. അയല വാഴയിലയിൽ പൊള്ളിച്ച് കഴിക്കുവാനാണ് പ്ലാൻ. അവനും അവൻ്റെ അനിയനും സുഹൃത്തുക്കളും ഉണ്ട്. അയല 3 വൃത്തിയാക്കി കൊടുത്തു. ബാക്കിയെല്ലാം അവൻ തനിയെ ചെയ്തതാണ്. മീനെല്ലാം മസാല പുരട്ടി മാറ്റി വെച്ചു. ഇനി ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് അതിൽ കരിയാപ്പിലയിട്ട് അതിൻ്റെ മുകളിൽ വെച്ചാണ് മീൻ വേവിച്ചെടുക്കുന്നത്. പറമ്പിൽ 3 സിമൻറ്റ് കട്ട ഉപയോഗിച്ച് അടുപ്പുണ്ടാക്കി ചുള്ളിക്കമ്പൊക്കെ വെച്ചാണ് പാചകം. അവൻ്റെ കൂട്ടുകാരന്മാരടുത്തിരിപ്പുണ്ട്. മീനൊരു പകുതി വേവാകുമ്പോൾ തിരിച്ചിടുന്നുണ്ട്. ബാക്കി വാഴയിലയിൽ പൊള്ളിച്ചാണ് എടുക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം അവൻ പറയുന്നുണ്ട്, പക്ഷേ അവൻ്റെ വോയിസ് തീരെ സൗണ്ട് കുറവാണ്. ചട്ടുവും പുല്ലുരുമ്പും കൊണ്ടാണ് മീനെല്ലാം തിരിച്ചിട്ട് കൊടുക്കുന്നത്. എല്ലാം എടുത്ത് വാഴയിലയിൽ വെച്ചിട്ടുണ്ട്. ഇനി കൊച്ചുള്ളി വട്ടത്തിൽ അരിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വേറൊരു മെമ്മറി കാർഡിൽ കിടക്കുകയായിരുന്നു ഈ വീഡിയോ. ഒരു ഫോട്ടോയുടെ ആവശ്യത്തിനായി ആ മെമ്മറി കാർഡ് എടുത്തിട്ടതാണ്. അപ്പോൾ കിട്ടി മോൻ്റെ പഴയ മനോഹരമായ ഒരു പാചക വീഡിയോ. എന്നാലത് യൂട്യൂബിൽ ഇട്ടേക്കാമെന്ന് വെച്ചു. ഉള്ളി ചെറുതായിട്ടൊന്ന് വേണ്ടി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളിയും പച്ചമുളകും ഇടുന്നുണ്ട്. കുറച്ച് കരിയാപ്പിലയും കൂടി ഇട്ട് മസാലയൊക്കെ റെഡിയാക്കി വാട്ടി വെച്ച വാഴയിലയിൽ ഈ മസാലയെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. വാഴയിലയിൽ മസാലയെല്ലാം വെച്ച് അതിന് മുകളിൽ നമ്മുടെ അയല എടുത്ത് വെച്ച് മേളിലും കുറച്ച് മസാലയൊക്കെ വെച്ച് നല്ല പൊതിഞ്ഞ് അടിപൊളിയായിട്ട് കെട്ടി വെക്കുന്നു. വാഴവള്ളി വെച്ച് തന്നെയാണ് കെട്ടുന്നത്. ഇത് ഏകദേശം പകുതി വെന്തതാണ്. ഇനി ഈ വാഴയിലയിൽ പൊള്ളി ബാക്കിയും കൂടെ വേവുമ്പോൾ അടിപൊളിയായിരിക്കും എന്നാണ് പറയുന്നത്. വാഴയിലയിൽ പൊതിഞ്ഞ അയല ഇടയ്ക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അയല പൊള്ളിച്ചത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. കുട്ടിപ്പട്ടാളങ്ങളെല്ലാം ഇത് ടേസ്റ്റ് ചെയ്യാൻ കാത്തിരിക്കുകയാണ്. അങ്ങനെ വാഴയിലയെല്ലാം തുറന്ന് അവൻ്റെ കൊച്ചു സുഹൃത്തുക്കൾ അത് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇല തുറന്നതോടെ ആ വാടിയ വാഴയിലയുടെയും മസാലയുടെയും മീൻ്റെയും മണം അവിടെ എല്ലാം പരന്നിരുന്നു. പിന്നെ അധികം താമസിച്ചില്ല. ചൂടാറിയതോടെ കുട്ടിപ്പട്ടാളങ്ങളെല്ലാം കഴിക്കാൻ തുടങ്ങി. കഴിച്ചിട്ട് അതിൻ്റെ അഭിപ്രായവും പറയുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ.